ശുക്രനിൽ ഇന്ത്യൻ മുദ്ര ചാർത്തുവാനുള്ള അഭിമാന പദ്ധതി തയ്യാറാവുകയാണ്. എന്താണെന്ന് നോക്കാം. ശുക്രഗ്രഹത്തെ പഠിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യമായ ശുക്രയാൻ 2028 മാർച്ചിൽ വിക്ഷേപിക്കുമെന്ന് തീരുമാനമായിരിക്കുന്നു. 112 ദിവസം യാത്ര ചെയ്ത ശേഷമായിരിക്കും ശുക്രന്റെ ഭ്രമണപഥത്തിൽ വീനസ് ഓർബിറ്റർ മിഷൻ എന്നു പേരുള്ള ദൗത്യമെത്തുക. ഭാവിയിലെ ശുക്ര ദൗത്യങ്ങൾക്കായി വിവരങ്ങൾ കണ്ടെത്തുവാൻ ലക്ഷ്യമിടുന്ന ശുക്രയാന് 1236 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. 19 ഉപകരണങ്ങൾ വിവിധ പഠനങ്ങൾക്കായി ദൗത്യത്തിലുണ്ടാകും. ഇന്ത്യൻ ബഹിരാകാശ മേഖലയുടെ ശ്രദ്ധേയമായ കാൽവെപ്പായിരിക്കും ശുക്രയാൻ. ഓറഞ്ചും ചുവപ്പും കലർന്ന നിറമുള്ള ഗ്രഹമാണ് ശുക്രൻ. ചൂടേറിയ ഗ്രഹം. മലകളും കുന്നുകളും കുഴികളും അഗ്നിപർവ്വതങ്ങളും ഒക്കെ നിറഞ്ഞ സ്ഥലമാണിവിടെ. എന്നാൽ ഇവയൊഴിച്ച് ഒരു വലിയ പ്രദേശം സമതലമാണ്. നല്ല കട്ടിയുള്ള അന്തരീക്ഷമാണ് ശുക്രനിൽ. ഭൂമിയിൽ വെള്ളത്തിലിറങ്ങിയിട്ട് നമ്മൾ കൈ ചലിപ്പിച്ചാൽ എങ്ങനെയിരിക്കും, അതുപോലെയാണ് ഇവിടെ വായുവിൽ കൈ ചലിപ്പിച്ചാൽ തോന്നുക. അന്തരീക്ഷത്തിന്റെ 92% കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഈ വാതകം ചൂടിനെ പിടിച്ചു തളച്ചിടുന്ന ഗ്രീൻ ഹൗസ് വാതകമായതുകൊണ്ടാണ് ശുക്രൻ ഇത്ര ചൂടനായത്. 465 ഡിഗ്രിയാണ് ചൂട്. നല്ല ഓറഞ്ച് നിറമാണ് ഇവിടുത്തെ ആകാശത്തിന്. ഭൂമി അച്ചുതണ്ടിൽ കറങ്ങുന്ന ദിശയുടെ നേരെ എതിർദിശയിലാണ് ശുക്രൻ കറങ്ങുന്നത്. ഭൂമിയിൽ കിഴക്ക് സൂര്യനുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു. എന്നാൽ ശുക്രനിൽ സൂര്യൻ പടിഞ്ഞാറുദിച്ച് കിഴക്ക് അസ്തമിക്കും. ഇടയ്ക്ക് ഓഷ്യൻ ഗേറ്റ് എക്സ്പെഡിഷൻസ് കമ്പനിയുടെ സഹസ്ഥാപകനായ ഗില്ലർമോ മനുഷ്യരെ ശുക്രഗ്രഹത്തിലേക്ക് അയക്കുന്നതിന് പദ്ധതി അവതരിപ്പിച്ചിരുന്നു. 2050 1000 പേരടങ്ങുന്ന ഒരു മനുഷ്യ കോളനി ശുക്രനിൽ സ്ഥാപിക്കുകയാണ് ലക്ഷ്യം. ഹ്യൂമൻസ് ടു വീനസ് എന്ന ഫ്യൂച്ചറിസ്റ്റിക് കമ്പനിയുടെ ചെയർമാനായ സോൺലീന് ശുക്രനിൽ ഒഴുകി നടക്കുന്ന ഒരു കോളനി സ്ഥാപിക്കുവാനാണ് താല്പര്യം. ശുക്രനിലെ സൾഫ്യൂരിക് ആസിഡ് മേഘങ്ങളെ അതിജീവിക്കുവാൻ ശേഷിയുള്ളതാകും ഈ കോളനി. അതീവ ദുഷ്കരമായ സാഹചര്യങ്ങളുള്ള ഗ്രഹമാണെങ്കിലും ശുക്രന്റെ ഉപരിതലത്തിൽ നിന്ന് 50 കിലോമീറ്റർ ഉയരെ മനുഷ്യർക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന നാസയുടെ പഠനമാണ് സോൺലീന്റെ പദ്ധതിക്ക് ആധാരം. കഴിഞ്ഞ വർഷം ശുക്രനിൽ ഓക്സിജൻ കണ്ടെത്തിയിരുന്നു. നാസയും ജർമ്മൻ എയ്റോസ്പേസ് സെന്ററും സംയുക്തമായി നടത്തിയ ഗവേഷണത്തിലാണ് ഇത് കണ്ടെത്തിയത്. അന്തരീക്ഷത്തിന്റെ 2 അടുക്കുകൾക്കിടയിൽ ഒരു നേർത്ത പാട പോലെയാണ് ഓക്സിജൻ കണ്ടെത്തിയത്. എന്നാൽ ഭൂമിയിൽ നമ്മൾ ശ്വസിക്കുന്നത് പോലെയുള്ള 2 ആറ്റമുകളുടെ സംയുക്തമായ ഓക്സിജൻ വാതകമല്ല, മറിച്ച് ഒറ്റ ഓക്സിജൻ ആറ്റമുള്ളതാണ് ഇത്. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് വികിരണങ്ങൾ വഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് ഇത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.